വിഴിഞ്ഞത്തെ പാർക്കിംഗ് ഏരിയയിൽ ഒരു പഴയ വണ്ടി കത്തിയതാണ്. അതുകൊണ്ടാണ് ഈ ഫയർ ഫോഴ്സുകളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. എങ്ങനെ കത്തിയെന്നൊരു ഐഡിയ ഇല്ല. തനിയെ കത്തിയതാണോ ആരെങ്കിലും കത്തിച്ചതാണോ എന്നൊരു ഐഡിയ ഇല്ല. ഏതായാലും പെട്ടെന്ന് തന്നെ ഫയർ ഫോഴ്സുകൾ വന്ന് അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഇത് തനിയെ കത്തിയതാ? ഇവിടെ കത്തിച്ചിട്ടുണ്ട്. തനിയെ കത്തിയതെന്ന് അറിയില്ലല്ലേ? ഈ ചവർ കത്തി കിടന്നു. തനിയത്തിൽ ആരും കത്തിച്ചായിരിക്കും. ചവർ കത്തി കൊണ്ടുവന്ന വണ്ടി എടുത്താൽ ചവർ കത്തി. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല വെയിലുണ്ട്, നല്ല ചൂട് കാരണം എന്തെങ്കിലും സിഗരറ്റ് വല്ല ഇട്ടതുകൊണ്ട് ചില സംഭവിച്ചതായിരിക്കാം. ഇപ്പോ നല്ല വെള്ളം മതി. കായലിന്നൊക്കെ അടിച്ചിരുന്നതല്ലേ. ഏതായാലും വലിയൊരു അപകടം ഒഴിവായെന്ന് പറയാം. വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ ഫയർഫോഴ്സ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് തിരിച്ചു പോ. ഇത് നമ്മൾ ഈ തീ അണച്ചതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കണ്ടോ, കത്തി നശിച്ചു. ഇതൊരു പഴയ വണ്ടി, ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു പഴയ വണ്ടിയാണ്. ടാറ്റയുടെ ഏസ് മൊത്തം കംപ്ലീറ്റ് കരിഞ്ഞു പോയതാണ്. അതുമാത്രമല്ല, ഇവിടെ ഈ ചൂട് കാരണം കണ്ടോ, വീണ്ടും ഈ അണഞ്ഞ തീ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല ചൂടുണ്ട് ഇവിടെ. നല്ല വെയിൽ കാരണം അണഞ്ഞ തീ തന്നെ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പരമാവധി നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്ത് എൻ്റെ വണ്ടി വന്നാണ് ഇത് ഇത്രയും അണപ്പിച്ചത്. പക്ഷേ അവർ ഒരെണ്ണമേ ഉപയോഗിച്ചുള്ളൂ. കാരണം വലിയൊരു ഇത് സംഭവിച്ചില്ല, വലുതായിട്ടൊന്നും കത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ അവർ അണച്ചു കളഞ്ഞില്ല കംപ്ലീറ്റ്. ഈ കാണുന്ന അത്രയും കറുത്തിടക്കണ ഈ ഭാഗം കംപ്ലീറ്റും കത്തിയതാണ് കേട്ടോ. അവർ മാക്സിമം അവർ പെട്ടെന്നെത്തി. 1 മിനിറ്റ് പോലും തികച്ച സമയം എടുത്തില്ല. വിളിച്ച് പറഞ്ഞ ഉടൻ തന്നെ വണ്ടി വന്നു. അവർ മാക്സിമം പെട്ടെന്ന് തന്നെ അതെല്ലാം വെള്ളം അടിച്ച് നല്ലവണ്ണം അത് അണപ്പിച്ചു. ഓക്കെ.